Hello friends, welcome back to Technique Malayalam. In നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഐക്യൂന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഡിവൈസ് ആയ ഐക്യു Z9X ആണ്. അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് നമ്മൾ ചെയ്തായിരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇത് ലോഞ്ച് ചെയ്ത് ഒഫീഷ്യലി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഡിവൈസ് കിട്ടിയിട്ട് ഓൾമോസ്റ്റ് വീക്കായി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ ഐക്യു Z9Xന്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 11,999 രൂപ ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ഓർ എൻട്രി ലെവൽ ഡിവൈസ് എന്ന് പറയാം. 10,000 to 15,000 രൂപയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ഡിവൈസാണ് ആസ് പെർ ഹാർഡ്വെയർ. ഈ ഡിവൈസിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അതായത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എല്ലാം തന്നെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഐക്യു Z9Xന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ. ഇത് ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ഡിവൈസാണ്, അതിൽ ഒരു സംശയമില്ല. നല്ലൊരു ക്യാമറ യൂണിറ്റാണ്. അതിനൊപ്പം തന്നെ ബാക്ക് പാനലാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ബാക്ക് പാനലാണ്. ഐക്യൂൻ്റെ ബ്രാൻഡിങ് കാണാം. അതേപോലെ തന്നെ ബാക്ക് പാനലിൽ ഒരു പാറ്റേൺ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അത് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. ഡെഫിനറ്റ്ലി ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് എന്ന് പറയും. വെറും 7.99 mm തിക്നെസ്സേ ഉള്ളൂ. ഇൻഫാക്ട് ഇത് 6000 mAh ബാറ്ററി ഉണ്ടായിട്ട് പോലും 7.9 mm തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്. അതേപോലെ തന്നെ നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും കിട്ടുന്നുണ്ട്. പിന്നെ ബെസൽസ് ആണെങ്കിൽ അത്യാവശ്യം മിനിമലാണ്. പിന്നെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജിൽ നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ഡിവൈസ് വേണ്ടി ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ്, നല്ല മെറ്റീരിയൽ ഫിനിഷും ഡിസൈൻ ലാംഗ്വേജും നല്ലതാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന USB Type-C പോർട്ട്, 3.5 mm ഓഡിയോ ജാക്ക്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, സിം ട്രെയിം, അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് ഹാർഡ്വെയർ ഡിസൈൻ ആസ്പെക്ട്സിൽ വരുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന IPS LCD ഡിസ്പ്ലേ ആണ്. ഇൻഫാക്ട് ഇത് AMOLED അല്ല, IPS LCD ഡിസ്പ്ലേ ആണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെന്റ് ആണ്. അതേപോലെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. AMOLED അല്ലെങ്കിൽ പോലും ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, നല്ല വൈബ്രന്റ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ നല്ല കളേഴ്സും ടച്ച് റെസ്പോൺസും ആയിട്ട് എനിക്ക് തോന്നിയത്. ഡീറ്റെയിലിംഗ് ഒക്കെ നല്ലതാണ്. അതേപോലെ അത്യാവശ്യം നല്ല വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഈവൻ ദോ AMOLED ഡിസ്പ്ലേ അല്ലെങ്കിൽ പോലും 120 Hz റിഫ്രഷ് റേറ്റ് നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. കാര്യമായ പരാതികളൊന്നുമില്ല. പിന്നെ ബെസൽസ് ആണെങ്കിൽ തന്നെ വളരെ മിനിമലായിട്ട് തോന്നി. ഒരു ബഡ്ജറ്റ് ഡിവൈസിന് അത്യാവശ്യം നല്ല മിനിമൽ ബെസൽസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. AMOLED അല്ലെങ്കിൽ പോലും നല്ല ഓവറോൾ എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി മൂവി വാച്ചിങ്ങിനൊക്കെ നല്ലതാണ്. കാരണം 6000 mAh ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ട്രാവലിലൊക്കെ മൂവീസൊക്കെ വാച്ച് ചെയ്യാനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് ഒരു സംശയമില്ലാണ്ട് പറയാൻ സാധിക്കും. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് FunTouch OS 14 ആണ്. അപ്പോൾ FunTouch OS 14 നമുക്കറിയാം വിവോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ്റെ സ്കിന്നാണ്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ FunTouch OS നമുക്കറിയാം പൊതുവേ അത്യാവശ്യം നല്ല അഡീഷണൽ ഫീച്ചേഴ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇതിലും ഏറെക്കുറെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ FunTouch OSൻ്റെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ 2.2 GHz Snapdragon 6 Gen 1, അതേപോലെ 8+8 GB RAM. പിന്നെ UI എക്സ്പീരിയൻസും നല്ലതാണ്. കാരണം നമ്മളെല്ലാ ഐക്യൂനും വിവോൻ്റെ ഡിവൈസിൽ പോലെ തന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് കാണാം. ഡൈനാമിക് എഫക്ട്സ് ഉണ്ട് ഒരുപാട്. അപ്പോൾ ഫേസ് റെക്കഗ്നീഷൻ, ചാർജിങ് ആനിമേഷൻ, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റെഗുലർലി കാണുന്നത്. പിന്നെ ഒരുപാട് അഡീഷണൽ ടൂൾസും ഉണ്ട്. ഗെയിമിംഗ് ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനും തീംസ് ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിൾ ആണെങ്കിലും തന്നെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലോട്ട് വേസിൻ്റെ സീൻ നോക്കുകയാണെങ്കിലും അത്യാവശ്യം മിനിമൽ ബ്ലോട്ട് വേസുകൾ, ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഉണ്ടെങ്കിലും ഏറെക്കുറെ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. മിനിമൽ ബ്ലോട്ട് വേസേ കൊടുത്തുള്ളൂ. അപ്പോൾ അതിലൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓവറോൾ UI എക്സ്പീരിയൻസ് നല്ലതാണ്. എന്നാലും വളരെ റിഫൈൻഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇത് പവർ ചെയ്തിരിക്കുന്നത് Snapdragon 6 Gen 1 ആണ്. അത് അത്യാവശ്യം നല്ല ഒരു പവർഫുൾ ചിപ്പാണ്. ഒരു 20,000 റേഞ്ചിലൊക്കെ വരുന്ന ഒരു ചിപ്പാണ്. എന്നാൽ ഇത് അതിലും വില കുറഞ്ഞതിലാണ് വന്നിരിക്കുന്നത്. കാരണം Snapdragon 6 സീരീസ് ആണ് ഈ 15,000 താഴെ പ്രൈസ് സെഗ്മെന്റിൽ വന്നിരിക്കുന്നത്. കാരണം മുമ്പ് വന്നതൊക്കെ Snapdragon 4 സീരീസ് ആയിരുന്നു ഈ പ്രൈസ് റേഞ്ചിൽ വന്നത്. ഇവിടെ 6 Gen 1 ഉണ്ട്. ഇതിന് ആൻഡ്രോയിഡ് സ്കോർ എന്ന് പറഞ്ഞാൽ അറൌണ്ട് 5 lakh പ്ലസ് ആൻഡ്രോയിഡ് സ്കോർ വരുന്നുണ്ട്. അതേപോലെ UFS 2.2 സ്റ്റോറേജുമാണ്, LPDDR4X റാമാണ്. അപ്പോൾ അതിലൊന്നും വലിയ പരാതികളൊന്നുമില്ല. കാരണം ഈ പ്രൈസ് സെഗ്മെന്റിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യങ്ങളാണ്. ഡേ ടു ഡേ ലാഗോ, അങ്ങനത്തെ ഡേ ടു ഡേ യൂസേജിൽ ലാഗോ ഇഷ്യൂസോ അങ്ങനത്തെ ക്രാഷസോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം Snapdragon 6 Gen 1 നല്ലൊരു പവർഫുൾ ചിപ്പാണ്. പിന്നെ
ഗെയിമിംഗ് കളിക്കാനും ഒരു ഡീസെന്റ് ലെവൽ ഓഫ് ഗെയിമിംഗ് നമുക്ക് ഡെഫിനറ്റ്ലി കളിക്കാം. അഗെയിൻ ഇതൊരു ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് എക്സ്ട്രീം ഗെയിമിംഗ് ഓപ്ഷൻസ് ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. എന്നാലും സ്നാപ്ഡ്രാഗൺ 6 Gen അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഗെയിംസും കളിക്കാവുന്നതാണ്. ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, അതും നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. ഞാൻ എയർടെലും ജിയോ ആണ് ട്രൈ ചെയ്തത്, ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. പിന്നെ ഡ്യുവൽ സിം കാർഡും SD കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഏറെക്കുറെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് പെർഫോമൻസിന്. പിന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, അതും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ കാരണം AMOLED അല്ല, പിന്നെ ബഡ്ജറ്റ് സെഗ്മെന്റ് കൂടിയാണ്. എന്നാലും സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലൊരു പെർഫോമിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ക്യാമറ വരുന്നത് ഒരു 50 MP പ്രൈമറി ക്യാമറയാണ്. അതിനൊപ്പം തന്നെ ഒരു 2 MP ഡെപ്ത് സെൻസറും ഒരു 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറ UI പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, റെഗുലർലി കിട്ടുന്ന UI ഓപ്ഷൻസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ക്യാമറ സാമ്പിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് അത്യാവശ്യം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല ഷാർപ്പാണ്, ഡീറ്റെയിൽഡ് ആണ്. പക്ഷേ ഡൈനാമിക് റേഞ്ച് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പോലും ഓവറോൾ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ചില ഏരിയാസിൽ ഷാഡോസ് അത്രയധികം റിസോൾവ് അല്ല, അതുകൊണ്ട് തന്നെ ഡൈനാമിക് റേഞ്ച് അല്ലെങ്കിൽ HDR പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. ഇനി ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല, പക്ഷേ ക്ലോസ് അപ്പ് ഷോട്ട്സ് എല്ലാം തന്നെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. വീണ്ടും തന്നെ കളേഴ്സ് കുറച്ചൊരു ബൂസ്റ്റഡ് ആണ്, അത് ടിപ്പിക്കൽ iQOO വിവോൻ്റെ ഒരു നേച്ചറാണ്, കുറച്ചുകൂടി ബൂസ്റ്റഡ് കളേഴ്സ് വരുന്നത്. എന്നാലും ഇവിടെ നല്ല ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് വലിയൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നില്ല. എന്നാലും കുറച്ച് കളേഴ്സ് സാച്ചുറേറ്റഡ് ആണ്. പോർട്രേറ്റ്സ് എബോവ് ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ, കാരണം സ്കിൻ ടോൺസ് അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ലോ ലൈറ്റ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ഈവൻ നൈറ്റ് മോഡിലെടുത്ത ഫോട്ടോസും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലൊന്നും പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സെൽഫീസ് ഡീസെൻറ്റ് സെൽഫീസ് എന്ന് വേണമെങ്കിൽ പറയാം. 8 MP ഷൂട്ടറിൽ അത്യാവശ്യം ഡീസെൻറ്റ് ക്വാളിറ്റി സെൽഫീസ് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് 4K റെക്കോർഡിംഗ് ഉണ്ട്, പക്ഷേ സ്റ്റെബിലൈസേഷനിലെ 4K 30 FPS വീഡിയോ ഉണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ 1080p 30 FPS വീഡിയോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ക്യാമറയെ കുറിച്ചുള്ള നമ്മുടെ എക്സ്പീരിയൻസ്. ഓവറോൾ എനിക്ക് തോന്നുന്നു 11,000 to 15,000 റുപ്പീസിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് iQOO Z9X നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററിയിലോട്ട് വരാം. ഇവിടെയാണ് ഇതിൻ്റെ ഒരു പവർഫുൾ ആസ്പെക്ട്. 6000 mAh ബാറ്ററി, 44 watt ചാർജിങ്, അറൌണ്ട് 1.5 hours എടുക്കും ചാർജ് ചെയ്തെടുക്കാൻ, കാരണം 44 watt ചാർജേ ഉള്ളൂ. അതിനൊപ്പം തന്നെ 6000 mAh ബാറ്ററി ഉണ്ട്. എന്നാൽ ബാറ്ററി പെർഫോമൻസ് സ്റ്റെല്ലാർ ബാറ്ററി പെർഫോമൻസ് ആണ്. ഈവൻ ക്ലോസ് ടു 2 days ഓഫ് ബാറ്ററി ലൈഫും കിട്ടും. അറൌണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം ചിലപ്പോൾ കിട്ടും, കാരണം അത്രയധികം ബാറ്ററി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോളിഡ് പവർ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു ചാമ്പ്യൻ ആണെന്ന് പറയാം, അതിൽ ഒരു സംശയമില്ല. നല്ലൊരു പെർഫോമിംഗ് ഡിവൈസാണ് ഇൻ ടേംസ് ഓഫ് ബാറ്ററി ലൈഫ്. അപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ബാറ്ററി ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ ഇതായിരുന്നു iQOO Z9Xൻ്റെ ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ആദ്യം നമുക്ക് പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈനാണ്, അതേപോലെ തന്നെ എന്താ പറയുക, ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, കുഴപ്പമില്ല. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡീസൻ്റ് ആണ്, ക്യാമറ പെർഫോമൻസും ഡീസൻ്റ് ആണ്, ബാറ്ററി ലൈഫ് അടിപൊളിയാണ്. അതേപോലെ തന്നെ നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ മേ ബി കാര്യമായ പോരായ്മകളൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറ പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ 11,000 to 15,000 റുപ്പീസിൻ്റെ ആ റേഞ്ചിലുള്ള എനിക്കൊന്ന് ഡീസൻറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി ലൈഫ് ആണെങ്കിലും ഡിസൈനും ഡിസ്പ്ലേയും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ട് തന്നെ ഒരു പ്രോബ്ലം കാര്യമായി ഒന്നുമില്ലാത്ത ഒരു ഡിവൈസാണ്, നമുക്ക് ഇതിനെ ഡെഫിനറ്റ്ലി വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ iQOO Z9X പ്രൈസ് ടു എന്താ ഫീച്ചേഴ്സും നല്ലതാണ്, അതേപോലെ തന്നെ നല്ലൊരു ഓവറോൾ പാക്കേജായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ 11,999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. 4GB റാമും 128GB സ്റ്റോറേജുമാണ് ആ വിലക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ 6GB റാമും 128GB സ്റ്റോറേജും ഉണ്ട്, 8GB റാമും 128GB സ്റ്റോറേജും ഉണ്ട്. അങ്ങനെ 3 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. ബേസ് വേരിയൻ്റെ പ്രൈസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ വിലയ്ക്ക് നല്ല ഒരു ഓവറോൾ പാക്കേജായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി iQOO Z9Xനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പ്ലാനുള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കൺസിഡർ ചെയ്യാം, നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതായിരുന്നു iQOO Z9Xൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.